നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ ആ വിശ്വവിശ്രുതനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. 32 സാലഭഞ്ജികകളിൽ 28 സാലഭഞ്ജികകൾ ഭോജരാജാവിനോട് പറഞ്ഞ കഥ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ശേഷിക്കുന്ന 4 സാലഭഞ്ജികകൾ പറഞ്ഞ കഥ കൂടി എൻ്റെ കഥാപ്രേമികളോട് പറഞ്ഞുകൊണ്ട് ആ അതിശയ ചക്രവർത്തിയുടെ കഥ ഞാൻ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ അവസാന ഭാഗമായ 70-ാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ആദ്യം നമുക്ക് 29-ാമത്തെ പ്രതിമ പറഞ്ഞ കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ ഭോജരാജാവ് പിറ്റേന്നും സിംഹാസനത്തിലേറാൻ തയ്യാറായി എത്തിച്ചേർന്നു. മന്ത്രിമാരും സേവകരും ഇരുവശത്തും നിരന്നു. പുരോഹിതന്മാരുടെ വേദസൂക്തങ്ങൾ അകമ്പടിയാക്കി ഭോജരാജാവ് പടികൾ കയറാൻ തുടങ്ങി. 29-ാമത്തെ പടിയിലെത്തിയപ്പോൾ വൈശാലി എന്ന സാലഭഞ്ജിക ഭോജരാജാവിനെ തടഞ്ഞു നിർത്തി. വിക്രമാദിത്യ ചക്രവർത്തിയെ സംബന്ധിക്കുന്ന മറ്റൊരു കഥ വൈശാലി പറയാൻ തുടങ്ങി. മല്ലികാപുരത്തെ രാജാവായിരുന്നു പ്രസന്നൻ. പ്രസന്നന് ഒരേയൊരു മകൾ, അവളായിരുന്നു ചിത്രലേഖ. അതിസുന്ദരിയായിരുന്ന ചിത്രലേഖയെ വിവാഹം കഴിക്കാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് രാജകുമാരന്മാർ എത്തിയെങ്കിലും ഏറ്റവും നല്ല വരനെ കണ്ടെത്തണമെന്ന് വിചാരിച്ച് രാജാവും രാജ്ഞിയും കാത്തിരുന്നു. ചിത്രലേഖയാവട്ടെ മാതാപിതാക്കളുടെ അഭിപ്രായം തന്നെ തനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ അയൽ രാജ്യത്ത് ദേവകുമാരൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനൊരു ശില്പകലാ വിദഗ്ധനായിരുന്നു. ഒരിക്കൽ മല്ലികാപുരത്തു ചെന്നപ്പോൾ അവൻ യാദൃശ്ചികമായി രാജകുമാരിയെ കണ്ടു. കണ്ട മാത്രയിൽ തന്നെ അവന് കുമാരിയോട് പ്രണയമായി. പക്ഷേ അതെങ്ങനെ നേരിട്ട് പറയും? രാജകുമാരന്മാർ വിവാഹാലോചനയുമായി ചെന്നിട്ട് പോലും അന്തസ് പോരാ എന്ന് പറഞ്ഞിരിപ്പാണ് രാജാവും രാജ്ഞിയും. അങ്ങനെയിരിക്കെ വെറും സാധാരണക്കാരനായ താൻ പെണ്ണ് ചോദിച്ചു ചെന്നാൽ എന്താണുണ്ടാവുക എന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും രാജകുമാരിയുടെ മനസ്സിൽ കടന്നുകൂടിയാൽ രക്ഷപ്പെട്ടു. ചിത്രലേഖ ഇന്നുവരെ തന്നെ കണ്ടിട്ടില്ല. കണ്ടാൽ തന്നെ പ്രണയിക്കുമോ എന്നും നിശ്ചയമില്ല. എങ്ങനെയെങ്കിലും തന്നോട് അനുരാഗം തോന്നിയാൽ രക്ഷപ്പെട്ടു. അതിനെന്താണ് വഴി എന്നാലോചിച്ച് ദേവകുമാരൻ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കെ ഒരു നാൾ എങ്ങനെയെങ്കിലും രാജകുമാരിയെ നേരിൽ കാണുക എന്നു തന്നെ അവൻ അങ്ങോട്ട് തീരുമാനിച്ചു. കാവൽക്കാരറിയാതെ കുമാരിയുടെ ശയനഗ്രഹത്തിൻ്റെ മട്ടുപ്പാവിൽ പറന്നിറങ്ങാൻ അവനൊരു അരയന്നത്തിൻ്റെ പ്രതിമയുണ്ടാക്കി. വെളുത്ത നിറവും നീണ്ട കൊക്കും ചിറകുമെല്ലാം ചേർന്നു വന്നപ്പോൾ തനി അരയന്നം എന്നേ കാണുന്നവർക്ക് തോന്നു. അങ്ങനെ ദേവകുമാരൻ ഒരു നാൾ വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് ആഭരണ വിഭൂഷിതനായി മല്ലികാപുരത്തെത്തി. കൊട്ടാരത്തിന് സമീപം ചെന്നപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു. അവൻ ആ അരയന്നത്തിന് മുകളിൽ കയറി ചിറകുകൾ ചലിപ്പിച്ചു. കിറു ശബ്ദത്തിൽ അരയന്നം മുകളിലേക്ക് ഉയർന്നു. കോഴി വൈക്കോൽ തുറുവിൽ പറന്നു കയറുന്നത് പോലെ അവനും ആ അരയന്നവും കൂടി കുമാരിയുടെ സൗധത്തിൻ്റെ മേൽക്കൂരയിലെത്തി. വലിയൊരു ശബ്ദം കേട്ട് കുമാരിയും രാജാവും രാജ്ഞിയും വാതിൽ തുറന്ന് മുറ്റത്തിറങ്ങി. മട്ടുപ്പാവിൽ നാളികേരം വീണതാണെന്ന് അവർ കരുതി. പക്ഷേ അവർ കണ്ടത് ഒരു വിസ്മയ കാഴ്ചയായിരുന്നു. പൂനിലാവിൽ ചിറകു വിടർത്തി നിൽക്കുന്ന അരയന്നം. അതിൻ്റെ പുറത്ത് അതാ ഒരു യുവാവ്. ആകാശത്ത് നിന്ന് ഇതാ ഇപ്പോൾ പറന്നു വന്നതേയുള്ളൂ. എന്തൊരു തേജസ്! മാനത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ അവൻ്റെ കുപ്പായത്തിലെ മുത്തുകൾ മിന്നുകയാണ്. രാജാവും റാണിയും യുവാവിനെ താഴെ ഇറങ്ങാൻ സഹായിച്ചു. അവനെ കണ്ട് രാജാവ് ഭവ്യതയോടെ ചോദിച്ചു, അങ്ങ് ആരാണെന്ന് മനസ്സിലായില്ല. ഗന്ധർവനോ കിന്നരനോ ദേവദൂതനോ? രാജാവിനെ കണ്ട് അവൻ ഒന്ന് ഭയന്നു. ലേശം വിറവലോടെ അവൻ മറുപടി പറഞ്ഞു, ഞാൻ ദേവകുമാരൻ. രാജാവും റാണിയും അത് കേട്ട് വാ പൊളിച്ചു നിന്നു. തങ്ങളുടെ കൊട്ടാരത്തിൽ ഹംസവാഹനനായ ഒരു ദേവകുമാരൻ ഇതാ വന്നെത്തിയിരിക്കുന്നു. അതിശയം, മഹാ അതിശയം!
അങ്ങ് ദേവകുമാരനാണെന്ന് ഞങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഇന്ദ്രസദസ്സിൽ നിന്നാവും അങ്ങ് വരുന്നത് അല്ലേ എന്നവർ ചോദിച്ചു. ഉടനെ തന്നെ അവർ യുവാവിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. പിന്നെ ഉപചാരങ്ങളായി. ഇങ്ങനെയൊരു ഭാഗ്യം കയറി വരുമെന്ന് ദേവകുമാരൻ സ്വപ്നത്തിൽ കരുതിയില്ല. തനിക്ക് കിട്ടിയ പുതിയ വേഷം ആടിത്തിമിർക്കുക എന്ന് അവനും കരുതി. യോജിച്ച ഒരു വധുവിനെ തേടി താൻ ദേവലോകം വിട്ടിറങ്ങിയതാണെന്നും പറന്നുപോയ വഴി കുമാരി ചിത്രലേഖയുടെ മുഖം കൊട്ടാരത്തിന്റെ ജനാലയിൽ കൂടി കണ്ടെന്നും കുമാരിയോട് പ്രത്യേക താൽപ്പര്യം തോന്നിയതുകൊണ്ട് താഴെ ഇറങ്ങിയതാണെന്നും ദേവകുമാരൻ പൊങ്ങച്ചം വിളമ്പി. അത് കേട്ടപ്പോ രാജാവിനും റാണിക്കും ഇതിൽ പരം ഒരു സന്തോഷമുണ്ടാവാനില്ല. അവർ ആവേശപൂർവം ചിത്രലേഖയെ അവന് വിവാഹം കഴിച്ചു കൊടുത്തു. ചിത്രലേഖയ്ക്കും ദേവകുമാരനെ വളരെ ഇഷ്ടമായി. നാളുകൾ കഴിഞ്ഞു. ദേവകുമാരൻ സകലരുടെയും പ്രീതി പിടിച്ചെടുത്തു. രാജാവാകട്ടെ അയാളെ അടുത്ത രാജാവായി വാഴിക്കാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെയിരിക്കെ പ്രബലനായ മറ്റൊരു രാജാവ് മല്ലികാപുരത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. താരതമ്യേന ചെറിയ രാജ്യമായ മല്ലികാപുരം സൈന്യശക്തിയിലും ആയുധശക്തിയിലും പിന്നിലായിരുന്നു. ശത്രുവിൻ്റെ ആക്രമണം മല്ലികാപുരത്തെ തവിട് പൊടിയാക്കുമെന്ന് കരുതി സങ്കടപ്പെട്ട് നിൽക്കുന്ന നേരത്താണ് രാജാവിന് മകളുടെ ഭർത്താവിനെ പറ്റി ഓർമ്മ വന്നത്. ഇന്ദ്രപുരിയിലെ ദേവകുമാരനല്ലേ കക്ഷി? അയാൾ വിചാരിച്ചാൽ സാക്ഷാൽ ദേവസൈന്യത്തെ തന്നെ കൊണ്ടുവരാമല്ലോ. പിന്നെന്തിന് നാം ഭയപ്പെടണം? ഉടനെ പ്രസന്ന രാജാവ് മരുമകന് സമീപം ഓടിയെത്തി രാജ്യത്തിന് നേരിട്ടിട്ടുള്ള ആ ഉയർന്ന ഭീഷണിയെപ്പറ്റി പറഞ്ഞു. ശത്രുരാജാവ് നിസാരക്കാരനല്ല. മല്ലികാപുരത്തെ തകർത്ത് തരിപ്പണമാക്കാൻ അയാളുടെ സൈന്യത്തിന് നിമിഷങ്ങൾ മതി. മകനെ, നീ വേഗം ഇന്ദ്രപുരിയിലെത്തി ദേവേന്ദ്രനോട് വിവരം പറയണം. അദ്ദേഹത്തിൻ്റെ സൈന്യം കഴിവതും വേഗം ഇവിടെ എത്തണം. അതല്ലെങ്കിൽ നമ്മുടെ കഥകളെല്ലാം വലിയ താമസമില്ലാതെ തീരും, രാജാവ് പറഞ്ഞു. ദേവകുമാരൻ ശരിക്കും വെള്ളം കുടിച്ചു. താൻ ദേവേന്ദ്രന്റെ സ്വന്തക്കാരനൊന്നുമല്ലെന്നും അരയന്നത്തെ താൻ തന്നെ ഉണ്ടാക്കിയതാണെന്നുമൊക്കെ ഇനി പറയാൻ പോയാൽ ഭാര്യാപിതാവ് തന്നെ തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യും. പറയണ്ട എന്ന് വച്ചാലോ, ശത്രുരാജാവിൻ്റെ മുന്നിൽ തൻ്റെ കള്ളി പൊളിയും. ഇന്ദ്രനെ കണ്ട് സഹായം ചോദിക്കാം എന്ന് പറഞ്ഞ് ദേവകുമാരൻ മെല്ലെ കൊട്ടാരം വിട്ട് ഇറങ്ങി. വേറെ എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് ആദ്യം ആലോചിച്ചു. എന്നാൽ പ്രാണപ്രിയയായ ചിത്രലേഖയെ ഓർത്തപ്പോൾ അങ്ങനെ ചെയ്യാനും കഴിഞ്ഞില്ല. ഒടുവിൽ ഉജ്ജയിനിയിലെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ സഹായം ചോദിക്കാം എന്ന് ആ ദേവകുമാരൻ തീർച്ചപ്പെടുത്തി. അങ്ങനെ ആ ദേവകുമാരൻ്റെ കഥ കേട്ട വിക്രമാദിത്യന് ലേശം വിനോദവും അതിലേറെ സഹതാപവും തോന്നി. ദേവകുമാരനെ സഹായിക്കാമെന്ന് അദ്ദേഹം വാക്കു നൽകി. ധൈര്യമായി മല്ലികാപുരത്തിന് മടങ്ങിക്കൊള്ളാൻ അദ്ദേഹം ദേവകുമാരനോട് പറയുകയും ചെയ്തു. അതുകേട്ട് ദേവകുമാരൻ ആശ്വാസത്തോടെ മടങ്ങിപ്പോയി. അപ്പോഴേക്കും മല്ലികാപുരത്തിനെതിരെ വമ്പൻ ആക്രമണം ശത്രുരാജാവ് അഴിച്ചു വിട്ടിരുന്നു. അതിനെ പ്രതിരോധിക്കാനാവാതെ മല്ലികാപുരത്തെ പടയാളികൾ വിഷമിച്ചു. ആ സമയം ഉജ്ജയിനിയിലെ വിഖ്യാത സൈന്യം യുദ്ധമുഖത്തെത്തി. ശത്രുരാജാവിനെ മറ്റൊരു ദിശയിൽ നിന്നും ആക്രമിച്ചു. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ നിലതെറ്റി ശത്രു സൈനികർ ചിതറിയോടി. എന്നാൽ മല്ലികാപുരത്തെ രാജാവ് പ്രസന്നൻ വാർത്തകൾ അപ്പപ്പോൾ അറിയുന്നുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിയെന്നും ആ സമയം അജ്ഞാതരായ ഒരു സംഘം പടയാളികളെത്തി തങ്ങളെ സഹായിച്ചെന്നും ചാരന്മാർ രാജാവിനെ അറിയിച്ചു. അത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, അത് ഇന്ദ്രന്റെ സൈന്യമാണ്, എൻ്റെ മകളുടെ ഭർത്താവ് ഏർപ്പാടാക്കിയതാണ് എന്നൊക്കെ അഭിമാനത്തോടെ പറഞ്ഞു. അതോടെ ദേവകുമാരനെ പറ്റിയുള്ള മതിപ്പ് പൊതുവെ വർദ്ധിച്ചു. ദേവകുമാരനെ അടുത്ത രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉജ്ജയിനിയിലെ സൈന്യമാണ് മല്ലികാപുരത്തെ രക്ഷിച്ചതെന്ന കാര്യം മറ്റാരും അറിഞ്ഞില്ല. അന്യനു വേണ്ടി സ്വാർത്ഥലേശമിന്യേ പ്രവർത്തിക്കാൻ വിക്രമാദിത്യനെ പോലെ താൽപ്പര്യം കാട്ടിയ ഭരണാധികാരികൾ ലോകത്തിൽ മറ്റെവിടെയാണുള്ളത്? രാജാക്കന്മാർ യശസ് വർദ്ധിപ്പിക്കാനും രാജ്യപുരോഗതി കൈവരിക്കാനുമായി നടത്തുന്ന അശ്വമേധയാഗത്തിന് ഒരിക്കൽ ഉജ്ജയിനിയും സാക്ഷ്യം വഹിച്ചു. അങ്ങനെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ നാമം സകല ലോകങ്ങളിലും ആദരിക്കപ്പെട്ടതോടെ ഇനി ഉജ്ജയിനി അശ്വമേധയാഗത്തിന് ഒരുങ്ങണമെന്ന് രാജഗുരുക്കന്മാർ അഭിപ്രായപ്പെടുകയായിരുന്നു.
യാഗത്തിനായി കുറേയേറെ രത്നങ്ങൾ ആവശ്യമുള്ളതിനാൽ അവ വരുണനോട് ആവശ്യപ്പെടാമെന്ന് നിശ്ചയിച്ച് വിക്രമാദിത്യൻ ഒരു ബ്രാഹ്മണനെ വരുണനെ കാണുന്നതിനായി അയച്ചു. ബ്രാഹ്മണൻ വരുണനെ കാണുകയും വിക്രമാദിത്യ ചക്രവർത്തിയുടെ ആവശ്യം അറിയിക്കുകയും ചെയ്തു. എന്നാൽ വരുണനാവട്ടെ വിശേഷപ്പെട്ട 3 രത്നങ്ങൾ ദാനം ചെയ്തു. ഒരു രത്നം കയ്യിലിരുന്നാൽ ആവശ്യമുള്ളത്ര ധനം ലഭിക്കും. രണ്ടാമത്തെ രത്നം കൈവശമിരുന്നാൽ ചോദിക്കുന്നത്ര വസ്ത്രങ്ങൾ ലഭിക്കും. മൂന്നാമത്തെ രത്നമാകട്ടെ സർവ്വ ആയുധങ്ങളും നേടിയെടുക്കാൻ പര്യാപ്തമായിരുന്നു. രത്നങ്ങളുമായി ബ്രാഹ്മണൻ മടങ്ങി. ആ സമയം അയാളുടെ ഒരു സുഹൃത്ത് ഈ രത്നങ്ങളെക്കുറിച്ച് അറിയുകയും അവയിലൊന്ന് തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ബ്രാഹ്മണൻ മടങ്ങി വന്ന് വിക്രമാദിത്യന് രത്നങ്ങൾ നൽകി. ഒപ്പം തൻ്റെ സുഹൃത്തിന് തോന്നിയ ആ ആഗ്രഹത്തെപ്പറ്റി പറയുകയും ചെയ്തു. അത് കേട്ട ഉടനെ വിക്രമാദിത്യൻ തൻ്റെ കയ്യിലുള്ള ആ 3 രത്നങ്ങളും അവർക്ക് 2 പേർക്കുമായി നൽകി. തനിക്കുള്ളതെല്ലാം അന്യർക്കായി ദാനം ചെയ്യുന്നതിൽ ആനന്ദമനുഭവിച്ച മഹാത്യാഗിയായിരുന്നു ഞങ്ങളുടെ രാജാവ്. ആ മഹാമനസ്കത ദേവന്മാരുടെയും ഋഷികളുടെയും പോലും പ്രശംസയ്ക്ക് പാത്രീഭവിച്ചു. ഇത്രയും പറഞ്ഞ് ആ സാലഭഞ്ജിക തൻ്റെ കഥ ഉപസംഹരിച്ചു. സമയം സന്ധ്യ ആയതിനാൽ ഭോജരാജാവ് അനുചരന്മാരോടുകൂടി തൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി. ഇനി നമുക്ക് 30ാമത്തെ പ്രതിമ പറഞ്ഞ കഥ കേൾക്കാം. അങ്ങനെ ഭോജരാജാവ് സിംഹാസനത്തിലേറാനുള്ള ശ്രമം തുടങ്ങിയിട്ട് 1 മാസം തികയുകയാണ്. വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥകൾ പലതും കേട്ടുകഴിഞ്ഞു. എങ്കിലും ഭോജരാജാവ് തൻ്റെ യത്നത്തിൽ നിന്ന് പിന്മാറിയില്ല. പിറ്റേന്നും തൻ്റെ പതിവ് ചടങ്ങുകൾക്കായി ഭോജരാജാവ് സിംഹാസനാരോഹണ സഭയിലെത്തി. പുരോഹിതന്മാരുടെ ആശിസ്സുകളോടെ ഭോജരാജാവ് പടികൾ കയറി. അങ്ങനെ 30ാമത്തെ സാലഭഞ്ജിക രൂപവതി എന്ന പ്രതിമ ഭോജരാജാവിനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് മറ്റൊരു കഥ പറഞ്ഞു. ഉജ്ജയിനിയിൽ ഒരു കാലം എവിടെ നിന്നോ ഒരു പന്നി വന്നെത്തി. കൃഷിയിടങ്ങളിലും തെരുവോരങ്ങളിലും വിലസി നടന്ന ആ പന്നിയുടെ ഉപദ്രവം മൂലം ആളുകൾ വലഞ്ഞു. സാധാരണ ഭടന്മാർ പലർ ചെന്നിട്ടും അതിനെ ബന്ധിക്കാനായില്ല. ഒടുവിൽ വിക്രമാദിത്യ ചക്രവർത്തി തന്നെ നേരിട്ടിറങ്ങി. ചക്രവർത്തിയെ കണ്ട ക്ഷണം അത് മുന്നോട്ടു പാഞ്ഞു. വിക്രമാദിത്യൻ പിന്നാലെയും. പിന്നെ ഓടി ഓടി പൊടിപടലങ്ങൾക്കിടയിലേക്ക് അത് ഊളിയിട്ടു. ചക്രവർത്തിയും അതിൽപ്പെട്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ താൻ വേറെ ഏതോ ലോകത്താണ് എത്തിപ്പറ്റിയതെന്ന് വിക്രമാദിത്യന് മനസ്സിലായി. മുന്നിൽ പന്നിയുടെ സ്ഥാനത്ത് ഒരു രാക്ഷസൻ നിൽക്കുന്നു. ആ രാക്ഷസൻ വിക്രമാദിത്യനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ വിക്രമാദിത്യ ചക്രവർത്തി, അങ്ങയ്ക്ക് പാതാള ലോകത്തേക്ക് സ്വാഗതം. അങ്ങയെ ഇവിടേക്ക് ക്ഷണിക്കണമെന്നും അങ്ങയെ നേരിട്ട് ഒന്ന് കാണണമെന്നും ഞങ്ങളുടെ രാജാവ് ബലിത്തിരുമേനിയും പല നാളായി പറയുന്നു. അതിനൊരു വഴി കണ്ടെത്തിയത് ഇങ്ങനെയാണ്. ആ സമയത്ത് രാക്ഷസന്മാരുടെ രാജാവ് ബലിചക്രവർത്തി എഴുന്നള്ളി വിക്രമാദിത്യ ചക്രവർത്തിയെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതിഗംഭീരമായ സ്വീകരണമായിരുന്നു അവിടെ സംഘടിപ്പിച്ചത്. ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടനായ മനുഷ്യൻ, ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി, ഏറ്റവും പ്രസിദ്ധനായ ജനനായകൻ, അങ്ങനെയുള്ള വിക്രമാദിത്യ ചക്രവർത്തിയുടെ ആഗമനം പാതാള ലോകത്തേക്ക് ഉത്സവമായി. സാക്ഷാൽ ബലിചക്രവർത്തി അദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിച്ച് ഉപചരിച്ചു. മടങ്ങാൻ നേരം ബലിചക്രവർത്തി 10 ഫലങ്ങൾ വിക്രമാദിത്യ ചക്രവർത്തിക്ക് നൽകി. ഏത് വിഷമത്തിനും പ്രതിവിധിയായി ഉപയോഗിക്കാവുന്ന ഫലങ്ങളായിരുന്നു അവ. അങ്ങനെ പാതാള ലോകത്തിൽ നിന്ന് സമ്മാനങ്ങളും സ്വീകരിച്ച് മടങ്ങി വന്നപ്പോൾ വഴിയിൽ രോഗാതുരനായി കിടക്കുന്ന ഒരാളെ വിക്രമാദിത്യൻ കണ്ടു. വിക്രമാദിത്യ ചക്രവർത്തിയെ ദർശിച്ച മാത്രയിൽ തന്നെ എന്നെ സഹായിക്കണേ എന്ന് കഠിനവേദനയോടെ അയാൾ നിലവിളിച്ചു. ചക്രവർത്തി അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. കഠിനമായ ജ്വരം മൂലം വിഷമിക്കുകയായിരുന്നു അയാൾ. തൻ്റെ കൈവശമുണ്ടായിരുന്ന ഫലങ്ങളിലൊന്ന് വിക്രമാദിത്യൻ അയാൾക്ക് നൽകി. അത് കഴിച്ച ക്ഷണം അത്ഭുതം, സർവ്വരോഗങ്ങളിൽ നിന്നും അയാൾ മുക്തി നേടി. അയാൾ ആശ്വാസപൂർവം വിക്രമാദിത്യന് നന്ദി പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് കഥ പൂർത്തിയാക്കി സാലഭഞ്ജിക ഭോജരാജാവിനോട് പറഞ്ഞു: അല്ലയോ ഭോജരാജൻ, വെറുമൊരു ദേശാധിപൻ മാത്രമായിരുന്നില്ല ഞങ്ങളുടെ സ്വാമി. സകല ജനങ്ങൾക്കും അദ്ദേഹം ആരാധനാപാത്രമായിരുന്നു.
ദേവകളും മുനികളും പോലും കൈകൂപ്പുന്ന മാതൃകാ പുരുഷനായിരുന്നു അദ്ദേഹം. അതു കേട്ട് ഭോജരാജാവ് സമ്മതഭാവത്തോടെ യാത്ര പറഞ്ഞ് പടികൾ തിരിച്ചിറങ്ങി. ഇനി നമുക്ക് 31ാമത്തെ പ്രതിമ പറഞ്ഞ കഥ കേൾക്കാം. അങ്ങനെ 31ാം ദിവസം ഭോജരാജാവ് ക്ഷമ വിടാതെ തൻ്റെ സിംഹാസനാരോഹണ യത്നം തുടരാൻ തന്നെ പുറപ്പെട്ടു. പടികൾ കയറി ഏറ്റവും മുകളിലുള്ള പടിയുടെ തൊട്ടു താഴെ എത്തിയ നേരം മൃഗനയനി എന്നു പേരുള്ള സാലഭഞ്ജിക ഭോജരാജാവിനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഭോജരാജാവേ, ഇക്കഴിഞ്ഞ നാളുകളത്രയും എൻ്റെ സഖിമാർ ഓരോരുത്തരായി വിക്രമാദിത്യ ചക്രവർത്തിയുടെ സംഭവബഹുലമായ ജീവിതത്തിൽ നിന്നുള്ള അനവധി ഏടുകൾ അങ്ങയുടെ മുന്നിൽ തുറന്നതാണ്. അവയിൽ നിന്ന് അങ്ങ് എന്താണ് പഠിച്ചത് എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അതിന് മറുപടിയായി ഭോജരാജാവ് പറഞ്ഞു, നിന്റെ സഖിമാർ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഒരു ഭരണസാരഥിയുടെ ജീവിതം എങ്ങനെ അർത്ഥപൂർണമാക്കാം എന്നും ഞാൻ പഠിച്ചു. അത് കേട്ടപ്പോൾ സാലഭഞ്ജിക ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്നിട്ടും അതുല്യ ഗുണഗണങ്ങളോട് കൂടിയ വിക്രമാദിത്യൻ്റെ സിംഹാസനം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന തോന്നൽ ബാക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടന്ന മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാൻ ഭാവിക്കുകയാണ്. അത്രയും പറഞ്ഞ് സാലഭഞ്ജിക കഥയിലേക്ക് കടന്നു. ഞങ്ങളുടെ സ്വാമി പ്രജാക്ഷേമൈക നിരതനായി രാജ്യഭരണം നടത്തിയിരുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരിൽ ഒരാളായിരുന്നു പരശേഖരൻ. അയാൾക്ക് ഒരേയൊരു പുത്രൻ. ലാളിച്ചും ഓമനിച്ചും വളർത്തിയ അവനെ എന്തോ അരുതായിക പ്രവർത്തിച്ചത് മൂലം ഒരു നാൾ മാതാപിതാക്കൾ ശകാരിച്ചു. മകന് ഇതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ വീട് വിട്ട് ഓടിപ്പോയി. ദേശഗമനം ചെയ്ത് അറിവ് നേടി മടങ്ങി വരാം എന്ന ചിന്തയോടെയാണ് അവൻ പോയത്. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോഴാണ് ഒരു ക്ഷേത്രവും അതിനു മുന്നിലായി അരയാൽ വൃക്ഷവും അവൻ കണ്ടത്. അവൻ നേരെ ആ മരച്ചുവട്ടിലേക്ക് നടന്നു. അരയാൽ ചുവട്ടിലിരുന്ന് ക്ഷേത്രത്തിലേക്ക് നോക്കിയ അവൻ അതിശയിച്ചുപോയി. ക്ഷേത്രത്തിന് പിൻഭാഗത്തായി കനത്ത പുകപടലം. മുകളിലേക്ക് പുക ഉയർന്നുയർന്നു പോവുകയാണ്. അതെന്ത് എന്നറിയണമെന്ന് ഉദ്ദേശിച്ച് അവൻ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തെത്തിയപ്പോൾ അവിടെ ഭൂമിയിൽ നിന്ന് തിളയ്ക്കുന്ന വെള്ളം മുകളിലേക്ക് കുമിഞ്ഞു വരുന്നതാണ് അവൻ കണ്ടത്. അതിൽ നിന്നുള്ള നീരാവി അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നു. അതിന് മുകളിലൂടെ പക്ഷികൾ പറക്കുന്നില്ല. ഒരു തരത്തിൽപ്പെട്ട പ്രാണിയും അതിന് സമീപത്തായി കാണപ്പെട്ടില്ല. എന്നാൽ അതിഭയങ്കരമായി തിളച്ച് ഉയരുകയാണ് ജലം. ഒരു പിടി അരി ഒരു തുണിയിൽ കെട്ടി ആ വെള്ളത്തിൽ ഇറക്കിയാൽ ക്ഷണനേരം മതി അത് ചോറായി മാറാൻ. അത്ഭുതത്തോടെ ആ കാഴ്ച തന്നെ അവൻ നോക്കി നിന്നപ്പോൾ ആകാശഭാഗത്ത് നിന്ന് 8 ദേവസ്ത്രീകൾ താഴേക്ക് വന്നിറങ്ങി. അവർ ക്ഷേത്രത്തിൽ പൂജ കഴിച്ച് ആരതിയും അർച്ചനയും നടത്തി മടങ്ങിപ്പോകാനൊരുങ്ങിയപ്പോൾ അവിടെ മാറി നിൽക്കുകയായിരുന്ന ബാലകനെ കണ്ടു. വാത്സല്യത്തോടെ അവനെ അരികിൽ വിളിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതിന് ശേഷം സ്വന്തം ഗൃഹത്തിൽ ചെന്ന് അച്ഛനും അമ്മയും ചേർന്ന് സുഖമായി വാഴാൻ അവർ അവനെ ഉപദേശിച്ചു. അതിനുശേഷം അവർ മറയുകയും ചെയ്തു. ബാലകൻ മടങ്ങി സ്വന്തം ഗൃഹത്തിലെത്തി താൻ കണ്ടതും അനുഭവിച്ചതുമായ സകല വൃത്താന്തങ്ങളും എല്ലാവരെയും അറിയിച്ചു. വിവരങ്ങളെല്ലാം വിക്രമാദിത്യൻ്റെ കാതിലുമെത്തി. ആ സ്ഥലം ഒന്ന് സന്ദർശിക്കേണ്ടതാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വേതാളത്തോടൊപ്പം ആ പ്രദേശത്തേക്ക് യാത്രയായി. ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ബാലൻ പറഞ്ഞ തടാകവും അതിനുള്ളിലെ ഉഷ്ണജല പ്രവാഹവും അദ്ദേഹം കണ്ടു. അങ്ങനെ നേരം സന്ധ്യയായി. അപ്പോൾ ആകാശത്ത് നിന്ന് 8 സ്ത്രീകൾ അവിടെ എത്തി. പതിവ് പോലെ അവർ പൂജയും നിവേദ്യവും നടത്തി ആരതി ഒഴിഞ്ഞ് അർച്ചനാമന്ത്രങ്ങളും ചൊല്ലി തൃപ്തരായി മടങ്ങി. എന്നാൽ അവരറിയാതെ വിക്രമാദിത്യൻ വേതാളത്തോടൊപ്പം അവരെ പിന്തുടർന്നു. അവരെത്തി നിന്നത് ദേവലോകത്തായിരുന്നു. തങ്ങളുടെ പിന്നാലെ അവിടെ എത്തിയ വിക്രമാദിത്യനെ കണ്ട് അവർ അതിശയം കൂറി. ഉടനെ ദേവേന്ദ്രൻ അദ്ദേഹത്തെ സ്വീകരിച്ച് പണ്ഡിത സദസ്സിലേക്ക് ആനയിച്ചു. താൻ കണ്ട ഉഷ്ണജലപ്രവാഹത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയതെന്ന് വിക്രമാദിത്യൻ അറിയിച്ചു. ചുറ്റുമുള്ള പുഴകളിലെല്ലാം തണുത്ത ജലം ലഭിക്കുമ്പോൾ ആ പ്രത്യേക ഭാഗത്തു മാത്രം എങ്ങനെ ചൂടുറവ ഉണ്ടാകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. പണ്ഡിത സഭയിൽ നിന്ന് അദ്ദേഹത്തിന് ഉത്തരം ലഭിച്ചു.
സാക്ഷാൽ പരമേശ്വരൻ്റെ ജടയിൽ നിന്നുദ്ഭവിക്കുന്ന ഗംഗ തന്നെയാണ് അതെന്ന് പണ്ഡിതന്മാർ അദ്ദേഹത്തെ അറിയിച്ചു. ഗംഗയുടെ ഒരു കൈവഴി അദ്ദേഹത്തിൻ്റെ എരിമിഴിയുടെ സമീപത്തുകൂടിയാണ് ഭൂമിയിലേക്ക് ഒഴുകുന്നത്. ആ പ്രവാഹമാണ് ചൂടുറവയായി പൊന്തി വരുന്നത്. ഔഷധശക്തിയുള്ള ജലമാണ് അവിടെയുള്ളത്. അത് കേട്ടതിന് ശേഷം വിക്രമാദിത്യൻ ശ്രീപരമേശ്വരനെ ധ്യാനിച്ച് പ്രത്യക്ഷനാക്കി അനുഗ്രഹങ്ങൾ സമ്പാദിച്ച് ഉജ്ജയിനിയിലേക്ക് മടങ്ങി. കഥ പൂർണ്ണമാക്കി സാലഭഞ്ജിക ഭോജരാജാവിനോടായി പറഞ്ഞു: ഞങ്ങളുടെ സ്വാമിയുടെ അന്വേഷണ ബുദ്ധിയും കാര്യഗ്രഹണ ശേഷിയും വെളിവാക്കാനാണ് ഈ കഥ പറഞ്ഞത്. അസാമാന്യ ബുദ്ധിശാലിയും സാഹസികനുമായ ആ സ്വാമിയുടെ മുന്നിൽ കേവലം ശിശുവാണ് അങ്ങയെപ്പോലുള്ള രാജാക്കന്മാർ എന്ന കാര്യം ഇനി ഞാൻ പ്രത്യേകം അങ്ങയെ പറഞ്ഞ് ധരിപ്പിക്കേണ്ടതില്ലല്ലോ. പക്ഷേ അതിന് ഭോജരാജാവ് മറുപടിയൊന്നും പറഞ്ഞില്ല. അന്നത്തെ ചടങ്ങുകൾക്ക് വിരാമമേകി അദ്ദേഹം തൻ്റെ രാജവസതിയിലേക്ക് മടങ്ങി. അങ്ങനെ ഇനി നമുക്ക് അവസാന പ്രതിമയായ 32ാമത്തെ പ്രതിമ പറഞ്ഞ കഥ കൂടി കേൾക്കാം. ആകെ സിംഹാസനത്തിലേക്ക് കയറാൻ 32 പടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 31 പടികളും താണ്ടി അവസാന പടിയിലെത്തി നിൽക്കുകയായിരുന്നു ഭോജരാജാവ് അന്ന്. പക്ഷേ ആ പടി കാത്തു നിലകൊണ്ട മൈനാവതി എന്ന സാലഭഞ്ജിക ഭോജരാജാവിനെ തടഞ്ഞില്ല. ഭോജൻ സാഗൂതം ആ പ്രതിമയുടെ മുഖത്തു നോക്കി ഒരു നിമിഷം നിന്നു. അവസാന പടിയിൽ പാദമൂന്നി ചെറിയൊരു വൈമനസ്യത്തോടെ കാത്തു നിൽക്കുന്ന അങ്ങയെ ഞാൻ വന്ദിക്കുന്നു. 31 സാലഭഞ്ജികകൾ പറഞ്ഞ വിക്രമാദിത്യ കഥകൾ അങ്ങയെ ആഴത്തിൽ സ്പർശിച്ചതായി ഞാൻ അറിയുന്നു. ഞങ്ങളുടെ സ്വാമി എത്രത്തോളം മഹാനായിരുന്നുവെന്ന് ഇനി അങ്ങയെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. സിംഹാസനത്തിലേക്കുള്ള അവസാന കടമ്പ കടക്കാൻ കാത്തു നിൽക്കുന്ന അങ്ങയോട് ഞങ്ങളുടെ ചക്രവർത്തിയുടെ ദേഹവിയോഗത്തെ കൂടി പറഞ്ഞ് ഈ ചരിത്രം പൂർത്തിയാക്കണമെന്ന് ഞാൻ കരുതുന്നു. വിക്രമാദിത്യ ചക്രവർത്തിയുടെ ആയുസ് 2000 സംവത്സരമാണെന്ന് പറഞ്ഞിരുന്നുവല്ലോ. 2000 വർഷം തികയുന്നതിന് കുറച്ചു കാലം മുൻപ് കാവേരി നദിയുടെ കിഴക്കുഭാഗത്തായി രാമകൃഷ്ണ ശാസ്ത്രി എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. ഇദ്ദേഹം ഒരു അഷ്ടാവധാനിയായിരുന്നു. 8 തരത്തിലുള്ള നൈപുണ്യങ്ങൾ നേടിയ വിശിഷ്ട വ്യക്തിയാണ് അഷ്ടാവധാനി. അദ്ദേഹത്തിൻ്റെ അപാര പാണ്ഡിത്യം സകലരുടെയും ബഹുമാനത്തിന് പാത്രീഭവിച്ചിട്ടുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഗ്രഹാരത്തിൽ കൃഷ്ണവേണി എന്നൊരു കന്യക പാർത്തിരുന്നു. അവരുമായുള്ള ശാസ്ത്രികളുടെ വിവാഹം ഏതാണ്ട് പറഞ്ഞുറപ്പിച്ചതായിരുന്നു. എന്നാൽ ദേവജ്ഞനായ ശാസ്ത്രികൾ സമയഗണന ചെയ്തു നോക്കിയതിൽ 12 വർഷത്തിനപ്പുറം ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ജനിക്കുന്ന പുത്രന് ചക്രവർത്തി ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നും അവൻ സകല ശാസ്ത്രങ്ങളിലും കലകളിലും വിഖ്യാതനായി തീരുമെന്നും മനസ്സിലാക്കി. അങ്ങനെയൊരു സൽപുത്രനെ നേടുന്നതിനായി 12 വർഷം കാത്തിരിക്കണമെന്നും അതുവരെ തീർത്ഥയാത്ര നടത്തിയും മന്ത്രസാധന ചെയ്തും തൻ്റെ സർവ്വപാപങ്ങളും ഇല്ലായ്മ ചെയ്യാനുള്ള സാവകാശം തനിക്ക് ലഭിക്കുമെന്നും ശാസ്ത്രികൾ മനസ്സിലാക്കി. രാമകൃഷ്ണ ശാസ്ത്രികൾ ദേശാടനത്തിന് പുറപ്പെട്ടു. ഭാരതത്തിലെ വിവിധങ്ങളായ പുണ്യനഗരങ്ങളും തീർത്ഥഘട്ടങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. അനവധി പുണ്യാത്മാക്കളുമായി സത്സംഗം ചെയ്തു. പാപനാശിനികളിൽ സ്നാനം ചെയ്തു. അങ്ങനെ 12 വർഷം തികഞ്ഞു. സമയം സമാഗതമായി എന്നറിഞ്ഞ് അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി. പക്ഷേ കാവേരി നദി കര കവിഞ്ഞൊഴുകുന്ന വേളയിലാണ് രാമകൃഷ്ണ ശാസ്ത്രികൾ മടങ്ങിയെത്തിയത്. തൻ്റെ അഗ്രഹാരത്തിലേക്ക് പോകാൻ നദി കടക്കണം. പക്ഷേ അതിനൊരു മാർഗവുമില്ല. എന്തായാലും താൻ വർഷങ്ങൾക്ക് മുൻപ് ഗണിച്ച ആ ശുഭലഗ്നം അടുത്തു വരികയാണ്. പാവം ശാസ്ത്രികൾ ആകെ വിവശനായി. നദിയിലേക്ക് ചാടി നീന്തിയാലോ എന്നുവരെ അദ്ദേഹം ചിന്തിക്കാതെ ഇരുന്നില്ല. എന്നാൽ മറുകര ഏതെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു നദി. ശാസ്ത്രികളുടെ ഈ വൈവശ്യം കണ്ടുനിന്ന ഒരു മൺപാത്ര നിർമ്മാണക്കാരൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അക്കരയെത്താൻ തൽക്കാലം നിർവാഹമില്ലെന്നും നദി ശാന്തമാകുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ എന്നും അയാൾ ശാസ്ത്രികളോട് പറഞ്ഞു. ശുഭലഗ്നത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം ശാസ്ത്രികൾ അയാളെ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷേ എന്തു ചെയ്യാം?
നദിയുടെ അക്കരെ എത്തുക അസാധ്യമാണ്. തോണിക്കാരൊക്കെ സ്ഥലം വിട്ടിരിക്കുന്നു. മൺപാത്ര നിർമ്മാണക്കാരൻ ശാസ്ത്രികളെ സ്വന്തം ഭവനത്തിലേക്ക് ക്ഷണിച്ചു. തൻ്റെ പുത്രി ഭവാനി വിവാഹപ്രായം എത്തി നിൽക്കുകയാണെന്നും ശാസ്ത്രികൾക്ക് വിരോധമില്ലെങ്കിൽ അവളെ വിവാഹം കഴിക്കാമെന്നും അയാൾ പറഞ്ഞു. ശാസ്ത്രികൾ അന്നത്തെ ശുഭമുഹൂർത്തത്തിൽ ഭവാനിയെ വിവാഹം കഴിച്ച് അവിടെ താമസിച്ചു. പിറ്റേന്ന് കാലത്ത് കുളിക്കാനൊരുങ്ങി നദിക്കരയിൽ ചെന്നപ്പോൾ കാവേരി ശാന്തമായി ഒഴുകുന്നതാണ് അദ്ദേഹം കണ്ടത്. മനുഷ്യൻ എന്തൊക്കെ ചിന്തിച്ചാലും വിധിക്ക് അതിൻ്റേതായ മാർഗങ്ങളുണ്ടെന്ന് ശാസ്ത്രികൾ മനസ്സിലാക്കി. എത്ര കാലമായി തൻ്റെ അഗ്രഹാരത്തിൽ നിന്നു തന്നെ വിവാഹം കഴിക്കാൻ താൻ വ്രതം നോറ്റിരിക്കുകയായിരുന്നു. പക്ഷേ നടന്നത് മറ്റൊന്ന്. ഈശ്വര നിശ്ചയം അങ്ങനെയെങ്കിൽ മനുഷ്യന് എന്തു ചെയ്യാനാവും? അങ്ങനെ നാളുകൾ കടന്നുപോയി. ഭവാനിക്ക് ഒരു പുത്രൻ ജനിച്ചു. ജനിച്ച വേളയിൽ തന്നെ അവനിൽ ചക്രവർത്തി ലക്ഷണം പ്രകടമായിരുന്നു. യൗവനമെത്തുന്നതോടെ അവൻ ചക്രവർത്തിയായി മാറും എന്ന് പ്രവചിച്ച് ശാസ്ത്രികൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ശാലീവാഹനൻ എന്നായിരുന്നു ആ കുമാരന്റെ പേര്. പഠിക്കാൻ അതിസമർത്ഥനായിരുന്നു അവൻ. സകല ശാസ്ത്രങ്ങളും മന്ത്രതന്ത്രങ്ങളും ആയുധവിദ്യകളും അവൻ സ്വന്തമാക്കി. ശാലീവാഹനന് മൈസൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ജോലി തരമായി. എന്നാൽ അവൻ്റെ ബുദ്ധിശക്തിയും കാര്യനിർവഹണ ശേഷിയും കണ്ട് രാജാവ് അവനെ മന്ത്രിയാക്കി നിയമിച്ചു. അക്കാലത്ത് മൈസൂർ രാജ്യം വിക്രമാദിത്യ രാജാവിൻ്റെ ആശ്രിത രാജ്യങ്ങളിലൊന്നായിരുന്നു. വർഷാവർഷം നല്ലൊരു തുക മൈസൂർ രാജാവ് ഉജ്ജയിനിക്ക് കപ്പം കൊടുത്തിരുന്നു. ശാലീവാഹനൻ മന്ത്രിയായതോടെ ആ കപ്പം നിർത്തി. തങ്ങൾ ആരുടെയും കീഴിലല്ലെന്നും അതിനാൽ ഉജ്ജയിനിയുടെ അധികാരം അംഗീകരിക്കുന്നില്ലെന്നും ശാലീവാഹനൻ പ്രഖ്യാപിച്ചു. മന്ത്രിയുടെ ഈ കർക്കശ സ്വഭാവം രാജാവിനെ പോലും നടുക്കി. എന്നാൽ ശാലീവാഹനൻ വിട്ടുകൊടുക്കാൻ ഭാവമില്ല. വിക്രമാദിത്യനുമായി ഒരു ഏറ്റുമുട്ടലിന് താൻ തയ്യാറാണെന്നും അദ്ദേഹത്തെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ തനിക്ക് പദ്ധതികളുണ്ടെന്നും ശാലീവാഹനൻ പറഞ്ഞു. ഈ യുദ്ധത്തിൽ മൈസൂരിന് വിജയമുണ്ടാകാത്ത പക്ഷം ഞാൻ എൻ്റെ ജീവൻ എടുക്കും എന്ന് ശാലീവാഹനൻ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ആ വാർത്ത ഉജ്ജയിനിയിൽ എത്തി. മൈസൂർ രാജ്യം കരാർ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി, കപ്പം മുടക്കി. മാത്രമല്ല മന്ത്രി ശാലീവാഹനൻ ഉജ്ജയിനിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ടും വിക്രമാദിത്യൻ ഒരു യുദ്ധമുണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം സമാധാന സന്ദേശവുമായി ഒരു സംഘം ദൂതന്മാരെ അയച്ചു. കപ്പം നൽകുന്നത് പുനഃസ്ഥാപിക്കണമെന്നും കരാർ ലംഘിക്കാൻ പാടില്ലെന്നും അവരറിയിച്ചു. പക്ഷേ ശാലീവാഹനൻ തങ്ങൾ കപ്പം നൽകാൻ ബാധ്യസ്ഥരല്ലെന്ന് അറത്ത് മുറിച്ചു പറഞ്ഞു. പിന്നെ യുദ്ധമല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല. വിക്രമാദിത്യനും ഭട്ടിയും യുദ്ധത്തിനൊരുങ്ങാൻ സൈന്യാധിപന് ആജ്ഞ നൽകി. ഇരു സൈന്യവും രണാങ്കണത്തിൽ ഏറ്റുമുട്ടി. ശാലീവാഹനൻ തൻ്റെ പിന്നിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു അക്ഷൗഹിണിയെ വിന്യസിച്ചു. പിന്നീട് തൻ്റെ മായാപ്രയോഗത്താൽ മൺപടയാളികൾക്ക് ജീവൻ നൽകി. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം നടന്നു. ഇരുപക്ഷത്തും ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. പക്ഷേ മൈസൂരിലെ പടയാളികളെല്ലാം ശാലീവാഹനന്റെ മൺപ്രതിമകളായിരുന്നു. മായാപ്രയോഗത്താൽ ജീവൻ നേടി യുദ്ധം ചെയ്ത അവ വീണ്ടും ഉയർത്തെണീറ്റു വന്നു. ശാലീവാഹനന്റെ ആ യുദ്ധ നിപുണത വിക്രമാദിത്യനെ പോലും അത്ഭുതപ്പെടുത്തി. മൈസൂർ രാജ്യത്ത് ഇത്ര സാമർഥ്യമുള്ള ഒരാൾ ഉണ്ടെന്നുള്ള വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. മൺപ്രതിമകൾക്കു പിന്നിൽ മൈസൂർ രാജ്യത്തെ യഥാർത്ഥ സൈനികർ കൂടി അണിനിരന്നപ്പോൾ ഉജ്ജയിനിയുടെ സൈന്യം ചരിത്രത്തിൽ ആദ്യമായി പരാജയത്തെ മുന്നിൽ കണ്ടു. തങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് വിക്രമാദിത്യൻ ആലോചിച്ചു. അദ്ദേഹം ഭട്ടിയെ വരുത്തി കാലം എത്രയെന്ന് ചോദിച്ചു. ഉടനെ ഭട്ടി പറഞ്ഞു, ഇന്നലത്തെ കൊണ്ട് അങ്ങയുടെ 2000 വർഷവും പൂർത്തിയായിരിക്കുന്നു എന്ന് ഭട്ടി പറഞ്ഞു. തൻ്റെ അവസാന നിമിഷങ്ങളായെന്ന് വിക്രമാദിത്യന് മനസ്സിലായി. തനിക്ക് ഇഹലോകവാസം വെടിയാൻ നേരമായിരിക്കുന്നു. അതിനുള്ള നിമിത്തമാണ് ശാലീവാഹനൻ. അങ്ങനെ വിക്രമാദിത്യ ചക്രവർത്തി രാജസഭ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞു. തുടർന്ന് ഭാര്യമാരെയും മക്കളെയും വിളിച്ച് അവരെ സമാധാനിപ്പിച്ച് അദ്ദേഹം ഭദ്രാക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സിംഹാസനത്തിന് കാവൽ നിന്ന
ഞങ്ങൾ 32 പേരെയും അദ്ദേഹം പേരെടുത്തു വിളിച്ചു. അടുത്ത 500 വർഷം കൂടി ഈ സിംഹാസനം കാത്തു പരിപാലിക്കണമെന്നും അതിനുശേഷം പരമസാത്വികനും പ്രതിഭാശാലിയുമായ ഭോജരാജാവ് ഈ സിംഹാസനം കണ്ടെടുക്കുമെന്നും അദ്ദേഹത്തെ ഇതിൽ വാഴിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങാമെന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വിക്രമാദിത്യൻ ഉജ്ജയിനിയിലെ ഭദ്രാക്ഷേത്രത്തിന് മുന്നിലെത്തി ജഗജ്ജനനിയുടെ മുന്നിൽ തൊഴുകയ്യുമായി നിന്നു. ഇതേ സന്നിധിയിൽ വച്ചാണ് താൻ തൻ്റെ സംഭവബഹുലമായ ജീവിതം ആരംഭിച്ചതെന്ന് അദ്ദേഹം സ്മരിച്ചു. ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഐശ്വര്യവും സമാധാനവും നൽകണേ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹം ശ്രീഭദ്രയുടെ മുന്നിൽ പ്രണമിച്ചു. തൻ്റെ സംഭവബഹുലമായ ജീവിതം അവസാനിപ്പിക്കാനുള്ള നേരമായിരിക്കുന്നു. അതും അമ്മേ, അവിടത്തെ സന്നിധിയിൽ തന്നെ ആയിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ധ്യാന നിമഗ്നനായി. ആ ആത്മാവ് ശരീരത്തിൽ നിന്നുയർന്നു. ആ ക്ഷണത്തിൽ ശാലീവാഹനൻ അയച്ച ചക്രം അവിടെ എത്തി. എന്നിട്ട് നമ്മുടെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ ശിരസ്സറുത്തുമാറ്റി. അങ്ങനെ ലോകം മുഴുവനും പ്രകാശം പരത്തിയ ആ ഉജ്ജയിനിയിലെ സൂര്യൻ അസ്തമിച്ചു. സാലഭഞ്ജിക കഥ പറഞ്ഞവസാനിച്ചപ്പോൾ സദസ്സിൽ പൂർണ്ണ നിശബ്ദത പരന്നു. ഇതെല്ലാം കേട്ട് ഭോജരാജാവ് കണ്ണടച്ച് നിൽക്കുകയായിരുന്നു. വിക്രമാദിത്യ ചക്രവർത്തി വെടിഞ്ഞുപോയ ഉജ്ജയിനിയുടെ മൂകത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു. വീണ്ടും ഗദ്ഗദ സ്വരത്തിൽ 32ാമത്തെ സാലഭഞ്ജിക തുടർന്നു. കഴിഞ്ഞ 1 മാസത്തിലധികമായി അങ്ങയെ പരീക്ഷിച്ചും പരിഹസിച്ചും ഞങ്ങൾ നിലകൊണ്ടത് അങ്ങ് തന്നെയാണോ യഥാർത്ഥ ഭോജരാജാവ് എന്നറിയുന്നതിന് വേണ്ടിയായിരുന്നു. ശാന്തശീലവും സ്വസ്ഥബുദ്ധിയും കൈമുതലായവർക്ക് മാത്രമേ വിക്രമാദിത്യ സിംഹാസനം നേടാൻ അവകാശമുള്ളൂ. അങ്ങയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഈ സിംഹാസനത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് ഇനിയും ദീർഘകാലം പ്രജാക്ഷേമം ലക്ഷ്യമാക്കി അങ്ങ് രാജ്യം ഭരിക്കുക. ശ്രീ ഭദ്രാ ഭഗവതി അങ്ങയെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഭോജരാജാവ് 33ാം ദിവസം രാവിലെ ശുഭമുഹൂർത്തത്തിൽ സിംഹാസനാരോഹണം ചെയ്തു. വലിയൊരു ജനാവലി അദ്ദേഹത്തിൻ്റെ സിംഹാസനാരോഹണ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിരുന്നു. ഭോജരാജാവിന് എല്ലാവിധ മംഗളങ്ങളും നേർന്ന് 32 സാലഭഞ്ജികകളും ആകാശത്തേക്ക് ചിറകുയർത്തി പറന്നു. അങ്ങനെ വിക്രമാദിത്യ ചരിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട ഭോജരാജാവ് നീതിനിഷ്ഠനായി രാജ്യഭരണം നിർവഹിച്ചു. സമ്പൽ സമൃദ്ധിയും സമാധാനവും നാട്ടിൽ കളിയാടി. ദേശകാലാധിവർത്തിയാണ് വിക്രമാദിത്യ കഥ. സത്യവും നീതിയും ധർമ്മബോധവും നിറയുന്ന ഈ കഥാപ്രപഞ്ചം ലോകമെമ്പാടുമുള്ള എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 മുതൽ 70 വരെയുള്ള ഈ ഭാഗങ്ങൾ കേട്ടിട്ടുള്ള എൻ്റെ കഥാപ്രേമികൾക്ക് വിക്രമാദിത്യ ചക്രവർത്തിയുടെ ആ ചരിതം വളരെ വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ഈ 70 ഭാഗങ്ങൾ എന്നിൽ കഴിയാവുന്ന വിധം ഞാൻ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത്രയും പറഞ്ഞുകൊണ്ട് വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ അവസാന ഭാഗവും ഞാൻ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ഈ കഥാഭാഗവും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.